ഈ ജലദോഷം വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് കേൾവി കുറവ് അതൊരു ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സംഭവമാണ്. എന്താ കാര്യം അറിയോ? അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിൽ വരും. അതായത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ, ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ. അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോ ഒരു ജലദോഷം വന്നു, ചെവിയിൽ വേദന വന്നു, കേൾക്കുന്നില്ല, കുട്ടിക്ക് ചെവി അടപ്പ്, ചിലപ്പോൾ ജലദോഷം മാറിക്കഴിഞ്ഞാലും ഒരു 3-4 ദിവസത്തിന് ചെവി അടപ്പുണ്ടാവും. അത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ആണ്. അതിലെന്താ വെച്ചാൽ ജലദോഷം വരുന്നതിന്റെ കൂട്ടത്തിൽ ചെവിയിൽ നീരിറങ്ങുന്നു, അതിന്റെ കൂട്ടത്തിൽ ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് സംഭവിക്കുന്നു. അതിന് ആന്റിബയോട്ടിക്സും കാര്യങ്ങളും ആണ് അതിന്റെ ചികിത്സ. ഇനി അടുത്തൊരു സംഭവമുണ്ട്, ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ. അതായത് ഇപ്പൊ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് വിചാരിക്കാം. അപ്പൊ ചെവിന്റെ ഉള്ളിൽ ഈ പാടയ്ക്കുള്ളിലുള്ള നീര് പൂർണ്ണമായിട്ടും പോവില്ല, അതൊരു 3 മാസമെങ്കിലും സമയമെടുക്കും. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെവിന്റെ ഉള്ളിലുള്ള നീര് പശ പോലെയാവും, ഈ ഗ്ലൂ ഇയർ എന്ന് പറയും. അതാണ് ഈ ക്രോണിക്. അപ്പോൾ അത് എന്തായാലും കേൾവി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾവി ടെസ്റ്റ് ചെയ്യണം. ഒരു 3 മാസമൊക്കെ നമ്മൾ അതിന് ട്രയൽ നോക്കും. കുറയണില്ലെങ്കിൽ അത് ആ നീര് നമുക്ക് എടുത്തു കളയണം.